സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുന്നു. ആദ്യം ശ്രീ പി കെ കൃഷ്ണദാസ്, കശ്മീർ പോലെ ഭീകരാക്രമണം നടക്കുന്നിടത്തുള്ള പട്ടാള നിയമം കേരളത്തിലെ ഒരു പ്രദേശത്ത് കണ്ണൂരിൽ നടപ്പാക്കണമെന്ന BJP ആവശ്യപ്പെടുന്നത് കേരളത്തെ അവഹേളിക്കലല്ലേ? ഒരിക്കലുമല്ല. കാശ്മീരിൽ നടക്കുന്നതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള കൊലപാതകമാണ് ഇന്നലെ പയ്യന്നൂരിൽ നടന്നത്. സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കേരളത്തിലെ ഹിസ്ബുൽ മുജാഹിദിനായി അധപ്പതിച്ചു എന്നുള്ളതാണ് ഇന്നലെ പയ്യന്നൂരിൽ നടന്ന ബിജുവിൻ്റെ കൊലപാതകം തെളിയിക്കുന്നത്. കഴുത്ത് പൂർണ്ണമായും അറുത്തുമാറ്റി, 2 കൈയും 2 കാലും വെട്ടിമാറ്റി ഇത്തരത്തിലൊരു കൊലപാതകമാണ് ഇന്നലെ പയ്യന്നൂരിൽ നടന്നത്. മാത്രമല്ല, ഇത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുടെ അനുമതിയോടും അനുവാദത്തോടും കൂടിയാണ് നടന്നത് എന്ന് മാത്രമല്ല, ഞങ്ങൾ ഗുരുതരമായൊരു ആരോപണം ഉന്നയിക്കുന്നത് നമ്മുടെ പോലീസിൻ്റെ സഹകരണത്തോടും സഹായത്തോടും കൂടിയാണ് ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടി പയ്യന്നൂരിൽ അറുകൊല നടത്തിയത്. താങ്കളിപ്പോൾ പറയുന്നത് ധനരാജ് കൊലക്കേസിലെ 12ാം പ്രതിയെ ഒരു സൈനികനെ നൽകുന്നത് പോലുള്ള ധീരപരിവേഷം നൽകിക്കൊണ്ടാണ്. ഒരു കൊലക്കേസിലെ 12ാം പ്രതിയെ ഒരു സൈനികനെ കൊന്ന പോലെ കൊല ചെയ്ത രീതിയൊക്കെ ഒരു പക്ഷേ പൈശാചികമാകാം. പക്ഷേ ഒരു സൈനികനോടാണ് താങ്കൾ താരതമ്യപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ താരതമ്യം വരുന്നത്? ഒരിക്കലും നിങ്ങൾ ഒരു കണ്ണൂർ ജില്ലയിലെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ആദ്യം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് തങ്ങൾക്ക് കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. അവരെ പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് അവരെ കള്ളക്കേസ് കൊടുക്കുന്നു. പിന്നീടാണ് അവർ ഈ നീച കൃത്യങ്ങൾ നടത്തുന്നത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനത് സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അവരുടെ പ്രത്യേക ശൈലിയാണിത്. ഞാൻ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു കാര്യം ആഗ്രഹിക്കുന്നത്, ഈ ബിജുവിനെ പോലീസ് ധനരാജിൻ്റെ കേസിൽ ചോദ്യം ചെയ്തു. നിരന്തരമായ ചോദ്യം ചെയ്യലിന് ശേഷം കുറ്റക്കാരനല്ലെന്ന് കണ്ട് ബിജുവിനെ വിട്ടയച്ചു. ഒരു കൊല്ലം തടവിൽ കഴിഞ്ഞ വ്യക്തിയാണ് ജാമ്യത്തിലിറങ്ങിയതല്ലേ ശ്രീ പി കെ കൃഷ്ണദാസ്? അല്ലല്ലോ, കേൾക്കൂ. എങ്ങനെയാണ് വിട്ടയച്ചതിന് ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഗൂഢാലോചന കേസിൽ 12ാം പ്രതിയായിട്ട് ഈ ബിജുവിനെ ചേർക്കുന്നത്. നിങ്ങൾ ഓർക്കണം, മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതു നിർദ്ദേശവും അനുസരണയോടുകൂടി അംഗീകരിക്കുന്ന ഈ കണ്ണൂർ ജില്ലയിലെ പോലീസ് ഇനി നാളെ കൃഷ്ണദാസിനെ വേണമെങ്കിലും പ്രതി ചേർക്കാൻ സാധിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രതിനിധികൾ പറയും കൃഷ്ണദാസും കൊലയാളിയാണെന്ന് പറയും. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തനത് ശൈലിയാണ് ആദ്യം കൊല ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക, പോലീസിനെ കൊണ്ട് അവരെ കള്ളക്കേസ് കൊടുക്കുക. ചെയ്ത കാര്യങ്ങൾ ശരിയെന്ന് പറയാൻ സാധിക്കില്ല. ഈ കൊലപാതക പരമ്പര അവസാനിക്കണമെങ്കിൽ തങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് BJP സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ സമ്മതിക്കുമ്പോഴാണ്, CPM സമ്മതിക്കുമ്പോഴാണ് ഇതിന് അവസാനം ഉണ്ടാവുക. ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലത്തെ കൊലപാതകത്തിൽ പോലീസിന്റെ പങ്ക്, പോലീസിന്റെ സഹകരണവും സഹായവും ഉണ്ട്. അതായത് ഇന്നലെ ബിജു മംഗലാപുരത്ത് പോയിരുന്നു. തിരിച്ച് അയാൾ ഇറങ്ങേണ്ടിയിരുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. പക്ഷെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന വിവരം ആർക്കും അറിയില്ല. പക്ഷേ സൈബർ സെല്ല് പോലീസാണ് ഈ ബിജുവിൻ്റെ ലൊക്കേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ സംഘത്തിന് നിശ്ചയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പോലീസും മാർക്സിസ്റ്റ് പാർട്ടിയും ഭരണത്തിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി, അവർക്ക് കീഴിലുള്ള പോലീസും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കൊലപാതകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനി ഈ വേട്ടക്കാരോടൊപ്പമാണ് പോലീസും ഗുരുതരമായ ആരോപണമാണ്. ജൂലൈ 11 ധനരാജൻ കൊല്ലപ്പെട്ട അന്നു മുതൽ ഒരു കൊല്ലത്തിനകം ഇതിലെ പ്രതികളെ കൊല്ലുമെന്ന FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട് CPM പ്രവർത്തകർ. അങ്ങനെ 10 മാസത്തിനിടയ്ക്കാണ് ബിജുവിനെ കൊന്നിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ആരോപണമാണ്. മറ്റൊന്ന് പോലീസിനെതിരെ പറയുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MP രാജേഷ് കേൾക്കാമോ? രാജേഷ് കേൾക്കാമോ? സാങ്കേതിക തടസ്സമുണ്ട്. രാജേഷിലേക്ക് വരാം. ഫക്രുദ്ദീൻ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവിടുത്തെ പോലീസും കൂടെ നിൽക്കുന്നു എന്നുള്ള ആരോപണം BJP ആവർത്തിക്കുകയാണ്. അത് ശരിവെക്കേണ്ടി വരും. കാരണം ഇയാൾ ഒരു കൊല്ലം
ജയിലിലായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ സമയത്തൊക്കെ ഇയാൾക്ക് പോലീസ് കാവലുണ്ട് ആക്രമണ ഭീഷണിയുള്ള പശ്ചാത്തലത്തിൽ. ഈ ജൂലൈ 11 ധനരാജൻ കൊല്ലപ്പെട്ട ദിവസം മുതൽ FB പോസ്റ്റിലൂടെ വെല്ലുവിളി ഉയർത്തുകയാണ് CPM നേതാക്കൾ. 1 കൊല്ലത്തിനകം കൊല്ലുമെന്ന്. അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നു 10 മാസത്തിനിടയ്ക്ക്. ഈ പോലീസ് സുരക്ഷയില്ലാത്ത സമയം നോക്കി കൃത്യമായ ആക്രമണം നടത്താൻ അങ്ങനെ പോലീസ് സുരക്ഷയില്ലാത്ത സമയമാണെന്ന് എങ്ങനെ ഈ പ്രതികൾക്ക് അറിയാൻ സാധിച്ചു? അല്ല, ഇതിൻ്റെ വ്യക്തമായിട്ട് വിവരങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പം വെല്ലുവിളി മുഴക്കി എന്ന് പറയുന്ന ഈ CPM നേതാക്കൾ ആരാണ്? കോടിയേരി ബാലകൃഷ്ണനാണോ അതോ അല്ലെങ്കിൽ P ജയരാജനാണോ, MP ജയരാജൻ? അങ്ങനെയല്ലല്ലോ, അണികളെ ഉപയോഗിച്ചല്ലേ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അവിടെ മുതിർന്ന നേതാക്കളെ ഈ തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അണികളിൽ തന്നെ ആര്? ഇപ്പം അണികൾ എന്ന് വെച്ചാൽ ഒരു വലിയ CPM പോലെയുള്ള ഒരു പ്രസ്ഥാനം, അത് കേരളത്തിൽ ഒരു സമുദ്രം പോലെയുള്ള പ്രസ്ഥാനമാണ്. വൈകാരികമായി പ്രതികരിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ ഈ പറഞ്ഞ വെല്ലുവിളികളൊക്കെ നടത്താറുണ്ട്. ഇപ്പം കതിരൂർ മനോജ് കൊല ചെയ്യപ്പെട്ട സമയത്ത് ഒരു പ്രധാന നേതാവിൻ്റെ മകൻ പോസ്റ്റ് എൻ്റെ അച്ഛനെ വെട്ടി കൊന്ന ആൾ മരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അവനത് പിൻവലിച്ചു. പക്ഷേ ആ നേതാവ് അതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വൈകാരികമായിട്ട് ചില അണികൾ പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ട് അത് പാർട്ടിയാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിൽ കാര്യമില്ല. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ കണ്ണൂരെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങേയറ്റം പതറ്റിക്കാണ്. അത് പറയാതെ വയ്യ. കാരണം എനിക്ക് ആ കണ്ണൂർ രാഷ്ട്രീയ സംഘർഷം വളരെ കൃത്യമായി ആദ്യം നിലപാടെടുത്ത ആളാണ് ഞാൻ. ആ സംഘർഷങ്ങൾ തുടങ്ങുന്നത് കോൺഗ്രസുമായിട്ടുള്ള കാർഷിക പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വന്ന കാലഘട്ടത്തിലുള്ള സമരമാണ്. പക്ഷേ അതിനുശേഷം കാലം ഒരുപാട് മാറി. അന്നത്തെ അധസ്ഥിതവർഗം ഒരുപാട് മുന്നോട്ട് വന്നു. അന്നത്തെ ഭരണവർഗമായിരുന്ന നായർ നമ്പൂരി വിഭാഗത്തിൽപ്പെട്ട നമ്പ്യാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താഴോട്ട് വന്നു. ഒരു മൊത്തം മിഡിൽ ക്ലാസ് സൊസൈറ്റി ആയിട്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വർഗ്ഗസമരത്തിൻ്റെതായിട്ടുള്ള ആ സ്വഭാവത്തിൽ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിൽ പുതിയ കാലഘട്ടത്തിന് മാറ്റം വരേണ്ടതാണ്. പക്ഷേ ആ ഒരു ഫ്യൂഡും മറ്റും ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ആ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ വീഴ്ച തന്നെയാണ്. MP രാജേഷ്, താങ്കൾ കേൾക്കുന്നുണ്ടോ? PK കൃഷ്ണദാസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, ഈ കൊലയ്ക്ക് പിന്നിൽ, ബിജുവിന്റെ കൊലയ്ക്ക് പിന്നിൽ പോലീസിനും കൃത്യമായ പങ്കുണ്ട്, പോലീസിന് ഗൂഢാലോചനയുണ്ട് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ്. സ്മൃതി, ഇന്നലെ നടന്ന കൊലപാതകത്തെ CPIM അംഗീകരിക്കുന്നില്ല, അതിനെ CPIM അപലപിക്കുന്നു. ആ കൊലപാതകം ഒരു തരത്തിലും CPIMന് പങ്കില്ല എന്ന് പാർട്ടിയുടെ വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആധികാരികമായി തന്നെ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. അത് അങ്ങേയറ്റം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കണ്ണൂരിനെ രാഷ്ട്രീയ സംഘർഷഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന RSSന് മുതലെടുപ്പിനുള്ള അവസരമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം രാജേഷ്. പക്ഷേ ഈ ആധികാരികമായി CPMന് പങ്കില്ല എന്ന് എന്തടിസ്ഥാനത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കും? പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഇത് എന്തൊരു സംവിധാനമാണ് രാജേഷ്? ഞാൻ പറയുന്നത് ആ നിലയിൽ RSSന് മുതലെടുപ്പിന് സഹായിക്കുന്ന സംഭവമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങളതിനെ പൂർണ്ണമായിട്ടും അപലപിക്കുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങളും രാഷ്ട്രീയ കൊലപാതകവും ഉണ്ടാകരുത്, അത് അവസാനിപ്പിക്കണം എന്ന നിലപാടാണ് CPIMനുള്ളത്, സർക്കാരിനുമുള്ളത് ആ നിലപാടാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ കണ്ണൂരിൽ സംഘർഷങ്ങൾ അവസാനിക്കുന്നു എന്ന സ്ഥിതി വന്നത് ചിലരെ അലോസരപ്പെടുത്തുന്നുണ്ട്. സംഘർഷം ബിജുവിന്റെ കൊലയ്ക്ക് പിന്നിൽ CPM പ്രവർത്തകരില്ല എന്ന് ആധികാരികമായി പറയാനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ് ആരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. രാജേഷ്, ഞാൻ ചോദിച്ചത് ഈ ബിജുവിന്റെ കൊലയ്ക്ക് പിന്നിൽ CPM പ്രവർത്തകരില്ല എന്ന് ഉറപ്പിച്ചു പറയാനുള്ള സാഹചര്യമായോ, അതിനുള്ള സമയമായിട്ടുണ്ടോ? ഇങ്ങോട്ട് ചോദിക്കുന്നൊന്നും എനിക്ക് കേട്ടൂടാ. നിങ്ങളുടെ സാങ്കേതിക തകരാറ് കാരണം ഒന്നും കേട്ടൂടാ. ക്ഷമിക്കണം രാജേഷ്. രാജേഷിലേക്ക് തിരിച്ചു വരാം. ശ്രീ K സുരേന്ദ്രൻ, BJPയുടെ ആരോപണം ശരിവെക്കുന്നുണ്ടോ? BJP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പട്ടാളം വേണമെന്നാണ്. പട്ടാളം വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ധൻരാജ് കൊല്ലപ്പെട്ടപ്പോൾ പിന്നെ ആരെയാണ് ഇനി ഇതുപോലെ ഒരു CPM കാരൻ കൊല്ലപ്പെട്ടാൽ ആരെയാണ് വിളിക്കുക? ഇവിടെ BJPയുടെ ബിജു കൊല്ലപ്പെട്ടത് വളരെയേറെ കിരാതമായ കൊലപാതകമാണ്. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങളെക്കാൾ ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. കഴുത്ത് വെട്ടി മാറ്റിയിരിക്കുകയാണ്, കഴുത്തറുത്തിരിക്കുകയാണ്. ഇത് CPMൻ്റെ അറിവോടെ അല്ലാതെ മറ്റൊരു രീതിയിലും നടക്കില്ല എന്ന് പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്നു. ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണത്തിലാണ്. അന്വേഷണം നടക്കണം. പക്ഷേ ഇവിടെ ഒരു ജവാന്റെ പരിവേഷം കൊടുത്തുകൊണ്ട് പട്ടാളം വേണം എന്ന് പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാൻ നിർവാഹമില്ല. കണ്ണൂരിൽ സമാധാനം ഉണ്ടാക്കാൻ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ജനം തള്ളണം. രണ്ട് കൊലപാതക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഒരു കാര്യം അവിടെ പോലീസിന് പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതാണ്.
പോലീസിന് പ്രവർത്തിക്കാനാവുന്നില്ല എന്ന് മാത്രമല്ല പോലീസിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുകൂടി BJP ആരോപിക്കുന്നത്. അത് ശരിവെക്കുന്നുണ്ടോ കോൺഗ്രസ്? തീർച്ചയായിട്ടും ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്ന ബിജു ആ പാലം വഴി കടന്നു പോകുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ആരാണ് നൽകിയത്? ആരെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാതെ ഇത്രയും കൃത്യമായി വിവരം കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഇതിൻ്റെ അകത്ത് രണ്ട് സാഹചര്യ തെളിവുകളുണ്ട്. ഒന്ന്, ഈ ബിജുവിന് നേരത്തെ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു. പോലീസ് സംരക്ഷണം പിൻവലിക്കുന്നത് എപ്പോഴാണ്? 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് പോലീസ് സംരക്ഷണം പിൻവലിക്കുന്നു. മംഗലാപുരത്ത് പോയ ബിജു പഴയങ്ങാടിയിൽ ഇറങ്ങുന്നു. പഴയങ്ങാടിയിൽ ഇറങ്ങിപ്പോകുന്ന ബിജുവെ ഫോളോ ചെയ്യുന്നു. ഒരു ഇന്നോവ കാറിൽ ആളുകൾ വരുന്നു, അവനെ തട്ടി വീഴ്ത്തുന്നു, അവനെ വെട്ടിമാറ്റുന്നു, തലയറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ഗറില്ല ആക്രമണത്തിൻ്റെ മുതലാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്തത് എന്നതിനെ പറ്റി അവിടെയുള്ള ആളുകൾ മുഴുവൻ പറയുന്നു. സാഹചര്യ തെളിവുകൾ അതിന് പ്രേരിപ്പിക്കുന്നു. ഇനി ആരാണ് ചെയ്തത് എന്നതിനെ പറ്റി കൃത്യമായ അന്വേഷണത്തിന് ആവശ്യമായ ഏജൻസിയെ ഏൽപ്പിക്കണം. ഏത് ഏജൻസിയാണ് ഏൽപ്പിക്കേണ്ടത്? കേന്ദ്ര ഏജൻസിയെ. ഇപ്പൊ സംസ്ഥാനത്തെ ഏജൻസികൾ അത് കൃത്യമായി ചെയ്താലും പരാതികളാകും. കേന്ദ്ര ഏജൻസി വരട്ടെ. CBI അന്വേഷിച്ച കേസുകൾ എന്തായി? ഷുക്കൂർ കേസിൽ CPMന്റെ മുതിർന്ന നേതാക്കളിലേക്കടക്കം അന്വേഷണം എത്തി. പിന്നീട് എന്ത് സംഭവിച്ചു? ഫസൽ കേസിൽ എന്ത് സംഭവിച്ചു? ഒരു കേസിന്റെ അകത്തും ഇവിടെ വ്യക്തമായ ചിത്രമില്ല. കേരളത്തിലെ പോലീസായാലും ക്രൈംബ്രാഞ്ച് ആയാലും സ്പെഷ്യൽ പോലീസ് ആയാലും ഇതെല്ലാത്തിൻ്റെ അകത്തും ഒരു രീതിയിലും നീതി കിട്ടുന്നില്ല ജനങ്ങൾക്ക്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഇതിന് കുറ്റക്കാർ. കേന്ദ്രം ഭരിക്കുന്ന BJPയും സംസ്ഥാനം ഭരിക്കുന്ന CPMഉം ഒരുപോലെ രാഷ്ട്രീയ കൊലപാതകത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോൺഫറൻസ് വിളിച്ചിട്ട് ഫെബ്രുവരി 14-ാം തീയതി ചർച്ച വിളിക്കുന്നതിന് മുമ്പ് BJP നേതൃത്വം, RSS നേതൃത്വം, അതുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ രഹസ്യ ചർച്ച നടത്തി, ഒത്തുതീർപ്പിലെത്തി, പരസ്യ ചർച്ച നടത്തി, പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നിട്ട് പോലും കണ്ണൂരിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വന്നേ പറ്റൂ. ഒരു ഏജൻസിക്കും സാധിക്കില്ല. കൊലപാതക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ BJPയെയും CPMനെയും ഒറ്റപ്പെടുത്താൻ പൊതുസമൂഹം ഇറങ്ങി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ, അല്ലാതെ ഒരാൾക്കും ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വെളിവാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം രാജേഷ് ഇപ്പോൾ കേൾക്കാമോ? അതായത് BJP നേതാവ് ശ്രീ കൃഷ്ണദാസ് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അവിടെ CPM നേതാക്കൾ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന്. താങ്കൾ നേരത്തെ പറഞ്ഞു CPM അല്ല എന്ന് ആധികാരികമായി പറഞ്ഞിട്ടുണ്ട് എന്ന്. അതങ്ങനെ ആധികാരികമായി പറയാനുള്ള ഘട്ടം എത്തിയോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, പോലീസിന് കൂടി ഈ കൊലയ്ക്ക് പിന്നിൽ കൃത്യമായ കൈകളുണ്ട് എന്ന് BJP ആരോപിക്കുകയാണ്. കാരണം ഈ കൊല്ലപ്പെട്ട ബിജുവിന് പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പാണ് പോലീസ് സംരക്ഷണം ഇല്ലാതായത്. ആ സമയം കൃത്യമായി കണക്കാക്കി ഇന്ന സ്ഥലത്ത് ബിജു ഇറങ്ങുന്നു എന്ന് കൃത്യമായി എങ്ങനെ ഈ കൊലയാളികൾക്ക് വിവരം എത്തുന്നു എന്നുള്ളത് അത് പോലീസിൽ നിന്ന് തന്നെയാണ് എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ഈ 2 കാര്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇന്നലെ നടന്ന കൊലപാതകം, കൊല ചെയ്യപ്പെട്ട ആളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ശരി, ഞാൻ നിഷേധിക്കുന്നില്ല. കൊലക്കേസിലെ പ്രതിയായ കൊടും ക്രിമിനലായ ഒരാളാണ്, അല്ലാതെ വെള്ളരിപ്രാവൊന്നുമല്ല ഇന്നലെ കൊല ചെയ്യപ്പെട്ട ബിജു. പക്ഷേ ആ കൊലപാതകം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. കൊടും ക്രിമിനലാണെങ്കിൽ പോലും അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഞങ്ങളതിനെ അപലപിക്കുന്നു. 2, CPIMന് അക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ CPM BJP ആക്രമണം തമ്മിൽ നടക്കുകയാണെന്നുള്ള കാര്യം സമ്മതിക്കുന്ന കാര്യമല്ലേ? എത്ര പേർ മരിച്ചു? ഇപ്പോൾ LDF ഭരണത്തിൽ വന്ന ശേഷം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്രയേറെ നടക്കുന്നു എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമല്ലേ? മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് 4 പേർ മരിച്ചെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇനി ബാക്കി ചോദ്യം കൂടി ഒന്നിച്ച് ചോദിച്ചിട്ട് ഞാൻ അവസാനം പറയാം. പറഞ്ഞോളൂ. കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ ബുദ്ധിമുട്ട്. CPMന് പങ്കില്ല എന്ന് താങ്കൾ ആവർത്തിച്ചുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. കൊലപാതകങ്ങൾ, അതെ, അത് പാർട്ടി ഈ കൊലപാതകത്തെ അപലപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് CPIM ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം CPIMന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം BJP നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. കോൺഗ്രസും ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇവിടെ 2 പേരെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സുരേന്ദ്രനെ വിളിച്ചാൽ തന്നെ മതിയായിരുന്നു.
കൃഷ്ണദാസിനേക്കാൾ നന്നായിട്ട് BJPക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ